പോയി ജയിച്ചിട്ടോ ജിമിനച്ച, പോയി ജയിച്ചിട്ടോ. സലാം. ഞാനെന്തോ ഇത്, ദൈവമേ അവിടെ നിന്നിക്കല്ലേ, ഇടിച്ച എന്നെ കൊല്ലും ഉറപ്പ. ഇരിപ്പ് കണ്ടാ സങ്കടമായിപ്പോ. ഞാൻ കാരണം അവിടെ ഇരിക്കുക. എന്താ സംഭവിച്ചറിയണമെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് പോകേണ്ടി വരും. ഫ്ലാഷ് ബാക്ക്. ഹലോ ഗൈസ്, ഹേയക്കുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായി കേട്ടോ. ഞാനും ജിവിനച്ചാനും കൂടെ ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോൾ ഒന്ന് താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തേ. അപ്പോൾ ജിവിനച്ചാൻ്റെ താടിയൊക്കെ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷേ ജിവിനച്ചാൻ്റെ മുടിയുടെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാൻ ജിവിനച്ചാൻ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു, ഇച്ചിരി കുഴപ്പമായി. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പം ബാർബറിൻ്റെ അടുത്ത് പോവുകയാണ്. ബാർബറിനെ കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് അത് ജിവിനച്ചാണ് ഇപ്പോൾ ഉണ്ട്. അയ്യോ, ബൈക്കേ പോന്നോ? എന്നുവെച്ചാൽ ബൈക്ക് സ്റ്റാർട്ടായില്ലെങ്കിൽ അതെ, ഇപ്പം സ്റ്റാർട്ടാവുന്നുണ്ടോ നോക്കാം. പക്ഷെ ബാക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാനാ ബാക്ക് എടുത്തേ. ഇച്ചിരി ശരിയാവാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. വണ്ടി ഇപ്പം സ്റ്റാർട്ടായി. പക്ഷേ ഇത് അവിടെ ചെന്ന് അമ്മേ RC ബുക്ക് തരോ? കാണും അമ്മയുടെ. അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. തുടർന്നുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. നിങ്ങളിൽ പലരും ചിരിക്കുമായിരിക്കും, ഇതെന്തോ ഇവന് തലയിലിട്ടേക്കുന്നത്. മമ്മിയുടെ ഹെൽമെറ്റ്, അത് ഇച്ചിരി ചെറിയ ഹെൽമെറ്റ് ഇട്ട് തലയിൽ കയറുന്നത് പോലും ഇല്ല. അത് ക്ലിപ്പിടാൻ പറ്റാൻ. അപ്പോൾ ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിവിനച്ചൻ ഇന്നൊരു ലോങ് യാത്രയുണ്ട്. അപ്പോൾ ജിവിനച്ചൻ ഇന്ന് സലൂണിൽ പോകാൻ പോകായിരുന്നു. അപ്പം ഞാനാ പറഞ്ഞത്, ജിവിനച്ച പോണ്ട, ഞാൻ തന്നെ ചെയ്തു തരാം, ഞാനെല്ലാം റെഡിയാക്കി തരാം, പേടിക്കണ്ടെന്നും പറഞ്ഞ് ജിവിനച്ചനെ പിടിച്ച് നിർത്തി താടിയും എടുപ്പിച്ച്. താടി ഏകദേശം റെഡിയായി, പക്ഷേ മുടി കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഞങ്ങൾ പട്ടാഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾ പണ്ട് സ്ഥിരം അവിടെ ആയിരുന്നു വെട്ടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പോയി നോക്കാം. റെഡി ആവുകയാണെങ്കിൽ അടിപൊളി, ഇല്ലെങ്കിൽ ജിവിനച്ചൻ പെട്ട്. പോയി ജയിച്ചിട്ടോ ജിവിനച്ച, പോയി ജയിച്ചിട്ടോ. എന്തായാലും കൊള്ളാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടല്ലോ, ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ഇവിടെ വെട്ടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കൊട്ടാരക്കരയിലാണ് വെട്ടിക്കുന്നത്. ഒത്തിരി നാളായി ഇവിടെ വെട്ടിച്ചിട്ട്. ഇരിപ്പ് കണ്ടാ സങ്കടമായിപ്പോ. ഞാൻ കാരണം അവിടെ ഇരിക്കുക. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, ഇത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ ചേട്ടനുണ്ടല്ലോ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്യും. ഞാനിപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈ ചേട്ടനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കിടിലമായിട്ട് വെട്ടും. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് റെഡിയാക്കാൻ പറ്റുമെന്ന്. സലാം. ഞാനെന്തോ ഇത്, ദൈവമേ അവിടെ നിന്നിക്കല്ലേ, ഇടിച്ച എന്നെ കൊല്ലും ഉറപ്പ. ജിവിനച്ചൻ്റെ ഉള്ളിൽ കുറ്റബോധം മാത്രമേ ഉള്ള, ചിരി ചുമ്മാതാ കേട്ടോ. ചിരിയൊക്കെ വെറുതെയാ. വലിയ തിരക്കേടില്ലായിരുന്നേ, വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ അടുത്ത് ക്യാമറ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എന്നെ എപ്പോഴേ ഇടിച്ച് പൊട്ടിച്ച് ഭിത്തി ചേർത്തവരെന്നറിയോ. എന്തോ ഭാഗ്യത്തിന് ഞാൻ ക്യാമറയും കൊണ്ടാണ് വന്നത്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ മുടിയുടെ ബാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏകദേശം റെഡി ആവുന്നുണ്ട് കേട്ടോ. മറ്റേ ബാക്ക് കുറച്ച് ലൈറ്റ് ആക്കിയപ്പോഴത്തേന് സംഭവം റെഡി ആയിട്ടുണ്ട്. ജിവിനച്ച ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്, ഏത് നേരത്താണോ ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന പൊട്ടനെയും കൊണ്ട് മുടി വെട്ടിക്കാൻ എനിക്ക് തോന്നിയതെന്ന്. അങ്ങനെ നീണ്ട നേരത്തെ കഷ്ടപ്പാടിനും അധ്വാനത്തിനൊടുവിൽ സംഭവം റെഡി ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയൊക്കെയോ പുള്ളി റെഡിയാക്കി കേട്ടോ, അതിന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ്ട് ജിവിനച്ചൻ്റെ അടുത്ത ഡിമാൻഡ്, എന്തായാലും മുടി റെഡിയാക്കിയല്ലോ, എന്നാൽ പിന്നെ ചേട്ടാ താടിയും കൂടെ ഒന്ന് നോക്ക്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് റെഡിയാക്കാൻ എന്തോ ഉള്ളൂ, ഒന്നും ഇല്ലല്ലോ ഇവിടെ റെഡിയാക്കാനായിട്ട്. എന്നിട്ട് ചേട്ടൻ അതും ആ ഒരു മിഷനും കൂടെ ഏറ്റെടുത്ത് ചേട്ടൻ ഒരു സൈഡിൽ നിന്ന് പണിഞ്ഞ് തുടങ്ങി കേട്ടോ. ഒന്നുമില്ല, ഉള്ളതെല്ലാം ഞാൻ എടുത്ത്, ഇച്ചിരിയും കൂടെ ഉള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ, ഞാനൊരു നിമിത്തമാവേണ്ടി വന്നു. ജിവിനച്ചൻ താടിയും മുടിയൊക്കെ കറക്റ്റായിട്ട് വെട്ടി റെഡിയാക്കി. ഇപ്പം കണ്ടോ, സുന്ദരനായില്ലേ. ഓക്കെ, യെസ്. അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി പൊല്യൂഷൻ എടുക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ പൊല്യൂഷൻ എടുക്കാൻ പോവാണ്. പണ്ട് പൊല്യൂഷൻ എടുക്കാന്ന് വെച്ചാൽ വലിയ ചടങ്ങൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭയങ്കര ഫോർമാലിറ്റീസാണ്. ഫ്രണ്ടും ബാക്കും ഫോട്ടോ ഒക്കെ എടുക്കുക, അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞു, നമുക്ക് കിട്ടി, നമ്മളിനി തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. ജിബിനച്ചാശൻ നേരെ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻറ്റ്സ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അതുവരയ്ക്കും ബൈ.